സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വന്ന വെളിയിൽ ഇവിടെ ആദ്യം ലോലിപ്പോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ടേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ലോലിപ്പോപ്പിനൂടെ സൂപ്പ് ഓർഡർ ചെയ്യും. എന്ത് പറയാം, ഇത് സൂപ്പല്ലേ? സൂപ്പുണ്ട്, മഞ്ചൻ സൂപ്പ്. ഇവരെല്ലാം കഴിച്ചു തുടങ്ങി. ഇനിയും കഴിക്കണമെന്നുണ്ട്. ഞാനും ട്രൈ ചെയ്യാൻ പോവാണ്. ഇത് ടേസ്റ്റി ഫുഡാണ് ഇവിടുത്തെ. ചൈനീസിൻ്റെ സ്റ്റോറാണ്. ഇത് ചെറിയൊരു തട്ടുകടയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു വണ്ടിയുടെ പുറവശത്ത് പോയി വെച്ചേക്കോ. എങ്ങനെയാണോ? നല്ല ചൂടാണ് കാര്യം. നല്ല ചൂടാണ്. ഇവിടെ ഭയങ്കര ഡോഗിൻ്റെ ശല്യമാണ്. അതുകൊണ്ട് പിള്ളേർക്ക് പേടിയാണ്, പട്ടിയെ പേടിയാണ്. നല്ല ബിസിയാണ് ഇവിടെ, ഭയങ്കര ബിസിയാണ്. ആൾക്കാരൊക്കെ ഇവിടെ കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പുറത്തൊരു പാനിപ്പൂരിയുടെ കടയുണ്ട്. ഇത് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവിടെ കട. ഞങ്ങൾ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ കഴിക്കാൻ വന്നിരിക്കുക. സൂപ്പും വേണം ടേസ്റ്റ് ചെയ്യാം. ഭയങ്കര ചൂട് ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ ആ പൊള്ളി അതുപോലെ ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇപ്പോൾ ചാറ്റൽ മഴയുടെ കൂടെ ഇങ്ങനെ ചൂടുള്ള സൂപ്പും ചിക്കനും ലോലിപ്പോപ്പ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. ചിക്കൻ ക്രിപ്സി വന്നിട്ടുണ്ട് ഞങ്ങളുടെ. ഞാൻ അതുകൂടെ ട്രൈ ചെയ്യാം. ഞങ്ങൾക്കുള്ള ട്രിപ്പിൾ ഷേഷ്വാൻ ഫ്രൈഡ് റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഷേഷ്വാൻ ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഇന്നൊരു 1000 രൂപ ചിലവാകുന്ന രസം കാണുന്നുണ്ട്. 1000 ഒന്നും ആകത്തില്ല, ഇവിടെ വില കുറവാണ്. അത് ഇതേ ടേസ്റ്റിൽ വേറെ ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിൽ 2500 കൂടുതൽ ബില്ലാവും അല്ലേ? സെയിം ടേസ്റ്റാണ്. പക്ഷേ ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സുഖം വേറെ. ഈ സ്ട്രീറ്റിൽ ഇരുന്ന് കഴിക്കുക, ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ നല്ല പ്രത്യേക ടേസ്റ്റാണ്. ക്രിസ്പി സൂപ്പർ ടേസ്റ്റാണ്. അവന് ക്രിസ്പി ടേസ്റ്റ് ചെയ്യണം. അവന് ചൂടായിരിക്കും കേട്ടോ. ചൂടല്ലല്ലോ. ഞങ്ങളിന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വെളിന്ന് കഴിക്കണമെന്ന് വിചാരിച്ചല്ല. പക്ഷേ ഈ മഴയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം വീട്ടിലൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. രാവിലത്തെ വൈകിട്ടത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം വിചാരിച്ചു ഇനി പോയിട്ട് ഉണ്ടാക്കാൻ സമയമില്ല. അപ്പോൾ ഒരാൾ ചെറുതിൻ്റെ ട്യൂഷൻ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ സിംഗിനോട് വന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ചിരിക്കുക. പിന്നെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടാക്കണമെന്ന് പറയാം. ഞങ്ങൾക്ക് രണ്ടുപേരും മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകണം, പിള്ളേർക്ക് മോർണിംഗ് പോകേണ്ടത്. അപ്പം ഇവിടെ തന്നെ കഴിച്ചു തോന്നുന്നില്ല. അതായത് ഇങ്ങോട്ട് വന്നു. അല്ലെങ്കിൽ ഇവിടെ മാസത്തിൽ 1-2 പ്രാവശ്യം ഇവിടെ റൗണ്ട് അടിക്കുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ചേട്ടൻ പറയാം, നിങ്ങളെ ഒത്തിരി മിസ് ചെയ്തു, നിങ്ങൾ വന്നിട്ട് ഒത്തിരി ആളായി. എന്നെ അല്ലേ ചേച്ചി ഭയങ്കര ഇവിടുത്തെ സെയിം കസ്റ്റമറാണ്, സ്ഥിരം കസ്റ്റമറാണ്. സൂപ്പ് ട്രൈ ചെയ്യാം. ഫ്രൈ നൂഡിൽസ് ഇടാം. സൂപ്പിന് കുറച്ച് എരിവ് കൂടുതലാണെന്ന് കഴിച്ച ആൾക്കാർ പറയുന്നത്. ശരിയോ, കുറച്ച് എരിവാ. എല്ലാവരും മടുത്തു കഴിഞ്ഞു. ഇത്രയും കഴിച്ചപ്പോഴത്തേക്ക് അവർക്ക് മതിയായി. ഇനി ഓർഡർ ചെയ്ത് ആരും കഴിക്കുന്ന ദിവസം അറിയും. ഇത് പാർസൽ മേടിച്ചതിൻ്റെ നാളെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ഇന്ന് ആർക്കും വേണ്ട. പക്ഷേ ഇതിപ്പോൾ വീട്ടിൽ കൊണ്ട് പാർസലാക്കുവാണെങ്കിൽ നാളെ ഇഷ്ടമുള്ള ആൾക്കാർ കഴിക്കാം. നാളെ അടിയാക്കും കഴിക്കാൻ വേണ്ടി. അങ്ങനെ ട്രിപ്പിൾ ഷേഷ്വാൻ റൈസ് വന്നിരിക്കുകയാണ്. എൻ്റെ അവനിത് കഴിക്കാം. അവനീ പിന്നെ പട്ടിയൊന്നും ചെയ്തില്ല. ട്രിപ്പിൾ ഷേഷ്വാൻ റൈസിന് ടേസ്റ്റ് ചെയ്യണം. നല്ല ചൂടായി. ഹലോ, cheers. ഇവിടുത്തെ വെരി വെരി ടേസ്റ്റി. ഷേഷ്വാൻ ഫ്രൈഡ് റൈസ് വേറെ ലെവലാണ്. സൂപ്പർ സാധനം. പട്ടിയും കൊണ്ട് പട്ടിക്ക് കൊടുക്കാതെ ആൾക്കാർ തന്നെ ഇവിടെ ഞങ്ങൾ കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഇത് ഒരുത്തി പേടിച്ചിരിക്കുക കഴിക്കാതെ.
ഞങ്ങൾ കഴിച്ചിട്ട് എല്ലും കഷ്ണം പട്ടികൾ കഴിക്കാൻ വേണ്ടി ഉടമസ്ഥനൊക്കെ കൊടുത്തു. അല്ലെങ്കിൽ ഇവളുമാരെ ഇവിടെ നിന്ന് ഇരുത്തി കഴിക്കാൻ സമയത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് ഇവന്മാരെ ഇവിടുന്ന് പേടിച്ചും കഴിച്ചിട്ട് ഞങ്ങൾക്ക് വയറ് നിറഞ്ഞിട്ട് ഒരു ഓർഡർ ചെയ്ത ഒരു സാധനം ഞങ്ങൾ പാർസൽ മേടിക്കുമായിരുന്നു. പിന്നെ വീട്ടിൽ പോയി കഴിക്കേണ്ട ഒരു സാധനം. സ്റ്റാർട്ടർ കുറച്ച് കൂടിപ്പോയി. സ്റ്റാർട്ടർ ഒത്തിരി കഴിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് കഴിക്കാൻ പറ്റുന്നില്ല. അവന് നിന്റെ പട്ടി പോരി അവന് ഭയങ്കര സ്പീഡായി ഈ കുക്കിന്. ആക്ച്വലി കുക്ക് ഭയങ്കര ഫേമസാണ്. 2 കൈ കൊണ്ട് കഴിച്ചോണ്ടിരിക്കുന്നു. ഇത് കഴിക്കാനാണ് നല്ലതായിട്ട് അങ്ങ് വാ തുറക്കും. വീട്ടിലെന്തെങ്കിലും വെജിറ്റബിൾ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇത് കഴിച്ചാൽ എല്ലാവർക്കും വിശപ്പാ, ഇൻക്ലൂഡിങ് മീ. എന്താ പാർസൽ എടുത്ത്? ഷേജോൻ ഫ്രൈഡ് റൈസ്. ഇത് ഷേജോൻ ഫ്രൈഡ് റൈസ് പാർസൽ എടുത്തു. നാളെ ഇതിനടിയായിരിക്കും. കൽ മാറാമാരി ഓബിയസ്ലി. വീട്ടിൽ പോകണം. അപ്പം നോക്കാം ഇത്ര നമ്മൾ കഴിച്ചിട്ട് എത്ര രൂപയെന്ന് നോക്കാം. സ്കാൻ ചെയ്യുവാണ്. അവനിപ്പം പറയാം എത്ര രൂപയെന്ന്. അവന് കാൽക്കുലേറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എത്ര രൂപയെന്ന് നോക്കി. ഞങ്ങളെല്ലാം ക്ലിയർ ആക്കി, ടേബിൾ ക്ലിയർ ആക്കി. ചട്നി ഇട്ട ഭാഗം മാത്രം കഴിച്ചില്ല. അവന് പാനി ഇത്രേ ഉള്ളൂ. തിരുത്തിനി വീട്ടിൽ പോയി കുടിക്കാം. അവിടെ പാനി ഉണ്ട്, വണ്ടി ഇരിപ്പുണ്ട് അവന്. ഇത്രയും കഴിച്ചിട്ട് 680 രൂപയായി. ബിസ്ലറി വെള്ളം കൂടെ കൂട്ടി, ബിസ്ലറി വെള്ളം കൂട്ടി 680 രൂപയായി. 680 അല്ലേ? ആ എല്ലാം 700 അവർ 680 എടുത്തുള്ളൂ. ഞങ്ങളെടുത്ത് സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ.